ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1906. ഇന്ന് മാർച്ച് മാസം 20-ാം തീയതി 79-ാമത്തെ ദിവസത്തിലെത്തി. നോമ്പുകാല ദിനങ്ങളിൽ തീർച്ചയായും നമ്മൾ പലതും പരിശോധിക്കേണ്ടതാണ്. അതിലൊന്ന് യേശുവിൻ്റെ ശിഷ്യത്വത്തിന് എന്ത് വിലയാണ് ഞാൻ കൊടുക്കേണ്ടത് എന്നൊരു വിഷയം കൂടി ഉണ്ട് കേട്ടോ. ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ, ആ ഒരു വാക്കിന്റെ അർത്ഥത്തിൽ പഠിതാവെന്നാണ്. അനുഗാമി എന്നും അർത്ഥമുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അനുഗാമികൾ കൂടിയായി. യേശുവിനോടുള്ള സമർപ്പണത്തിൽ ജീവിക്കുകയും ആ സമർപ്പണത്താൽ ജീവിതവും ബന്ധങ്ങളും ജീവിത ലക്ഷ്യവും ഇങ്ങനെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്ത ആളുകളാണ് ശിഷ്യർ അല്ലെങ്കിൽ ശിഷ്യ. യേശുവിന്റെ ശിഷ്യൻ എന്ന നിലയിൽ നമ്മുടെ എല്ലാ വഴികളിലും നാം യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കേണ്ടവരാണ്. എന്നാൽ ഇത് ഏറെ ദുഷ്കരമാണെന്ന് നമുക്കറിയാം. യേശുവിന്റെ പാത എല്ലായ്പ്പോഴും അനുഗമിക്കുന്ന നമ്മുടെ ആഗ്രഹത്തെ തടസ്സപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ട്. പല ഘടകങ്ങളും പല ശക്തികളുമുണ്ട്. നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെയാണ് അതിൽ ആദ്യത്തേത്. രണ്ടാമത്തേത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, മറ്റു വഴികൾ തേടുവാനുള്ള നമ്മുടെ അത്യാഗ്രഹം തന്നെയാണ്. നമ്മുടെ ബോധ്യങ്ങൾക്ക് അനുസരിച്ച് നിലനിൽക്കുവാനുള്ള ഒരു തന്റേടമില്ലായ്മയാണ് മറ്റൊരു കാരണം. യേശുവിനെ അനുഗമിക്കുന്നതിനായുള്ള നമ്മുടെ തീരുമാനത്തിനകത്ത് ഏറെ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ നേരിടാനോ അഭിമുഖീകരിക്കുവാനോ ഉള്ള നമ്മുടെ മടിയും തടസ്സങ്ങളിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ യേശുവിന്റെ പാത പിന്തുടരാനായിട്ട് നമ്മുടെ ഈ ചെറിയ ജീവിതത്തിനകത്ത് എന്തുമാത്രം തടസ്സങ്ങളാണ്. ഇവയെക്കുറിച്ച് കുറച്ചുകൂടി ബോധ്യമുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. അങ്ങനെ മാറിയാൽ മാത്രമാണ് കുറച്ചുകൂടി ധൈര്യമുണ്ടാവുക ഇവയെ നേരിടാനും മറികടക്കാനും. എന്നാൽ യേശു നമ്മിൽ നിന്ന് ഒരുപാടൊന്നും വ്യത്യസ്തനായിരുന്നില്ല. അതാണ് നമുക്ക് തരുന്ന ഭയങ്കരമായൊരു ആശ്വാസം. സ്വയം തെരഞ്ഞെടുത്ത ദൈവനിയോഗത്തിന്റെ പാതയായിരുന്നു യേശുവിൻ്റെത്. അനുഗമിക്കാൻ ഏറെ പ്രയാസമുള്ളതാണെന്ന് യേശുവും അത് മനസ്സിലാക്കിയില്ല. അതാണ് ആ ഒരു യേശുവിനെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. സ്വയം തെരഞ്ഞെടുത്ത ദൈവനിയോഗത്തിന്റെ പാതയാണെങ്കിലും അത് ആ പാതയിലൂടെ പോകാനായിട്ട് ഏറെ പ്രയാസമുണ്ട് എന്ന് യേശു മനസ്സിലാക്കിയില്ല. അങ്ങനെ മനസ്സിലാക്കിയ യേശുവിനെയാണ് നമ്മളൊന്ന് കുറച്ചുകൂടി അടുത്ത് കാണാനും മനസ്സിലാക്കാനും ഒന്ന് പിടിച്ചെടുക്കാനുമായിട്ട് ശ്രമിക്കേണ്ടത്. ഈ നോമ്പിന്റെ വരും നാളുകളിൽ അത്തരം ചില ഗ്രഹപാഠങ്ങൾ ആത്മീയ മേഖലയിൽ നമുക്കും ശീലിക്കാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.